സമാധാനപരമായ ചർച്ചകൾ, സമാധാനത്തിന് വേണ്ടിയുള്ള ചർച്ചകൾ കൊടുമ്പിരി കൊള്ളുമ്പോൾ ഏത് നിമിഷവും അമേരിക്ക ഇറാനെ ആക്രമിച്ചേക്കാമെന്നുള്ള ആശങ്കയും സൂചനയും ഇപ്പോൾ പുറത്തു വരുന്നു. ഇതിന് തൊട്ടു പിന്നാലെ തന്നെ ഇറാൻ അവരുടെ വ്യോമപാതകൾ അടച്ചിരിക്കുന്നു. ഇതിനിടയിൽ ഇറാൻ അമേരിക്ക ഈ സമാധാന കരാർ തിങ്കളാഴ്ചയോടുകൂടി നിലവിൽ വരുമെന്നും പ്രഖ്യാപനം ഉണ്ടാകുമെന്നും പറയുന്നു. അതിന് മുൻപ് തന്നെ ആക്രമണം ഉണ്ടാകുമോ എന്നറിയില്ല. നമുക്കറിയാം, പലപ്പോഴും ഈ സമാധാന ചർച്ചകൾ നടക്കുമ്പോൾ തന്നെയാണ് ആക്രമണങ്ങൾ ഉണ്ടാകാറുള്ളത്. ഏതായാലും ഈ വലിയ രീതിയിലുള്ള ഒരു നീക്കങ്ങളാണ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഈ നാറ്റോ സഖ്യരാജ്യങ്ങളുമായി ചർച്ച നടത്തിയിരുന്നു. അതിന് തൊട്ടു പിന്നാലെ അദ്ദേഹം ഇപ്പോൾ ഇന്ത്യയിലേക്ക് എത്തുകയാണ്. ഇന്ത്യയിലേക്ക് അദ്ദേഹം എത്തുന്നത് വ്യാപാര കരാറിന്റെ തുടർ ചർച്ചയ്ക്കും മറ്റുമായിട്ടാണ്. പക്ഷേ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം കൂടിയുണ്ട്. ഈ ഇറാൻ പഴയതുപോലെയല്ല, അവർ വളരെ പിന്നോക്കം പോയി എന്നുള്ളതാണ് അമേരിക്ക ഇപ്പോൾ പറയുന്നത്. കാരണം അവർ വീണ്ടും യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ്. തങ്ങൾക്ക് മുമ്പോട്ട് വെച്ച ആണവ നിർദ്ദേശങ്ങളൊന്നും തന്നെ അവർ പാലിക്കപ്പെടുന്നില്ല എന്ന് പറയുന്നു. എന്നാൽ ഇറാൻ ആകട്ടെ ഇപ്പോൾ ഉള്ള ഉപരോധം പിൻവലിക്കണമെന്നും ഹോർമുസ് കടലിടുക്കിൽ തങ്ങളുടെ ആ അധീശത്വം അംഗീകരിക്കണമെന്നും ഒക്കെയുള്ള പുതിയ ഡിമാൻഡുകളാണ് മുമ്പോട്ട് വെക്കുന്നത്. ഇറാൻ പറയുന്നത് തങ്ങൾ ഇതുവരെ ആണവോർജ്ജം സംബന്ധിച്ചോ ഇല്ലെങ്കിൽ ആണവ ആയുധങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ചർച്ചകളും അമേരിക്കയുമായി നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. ആദ്യം ഇത് മാറട്ടെ, അതിനുശേഷം ചർച്ചകൾ നടത്താമെന്ന്. ഏതായാലും ഈ ചർച്ചകളുടെ ഇടനില നിൽക്കുന്നത് ഇപ്പോൾ പാകിസ്ഥാൻ കരസേനാ മേധാവി മുനീർ അടക്കം ഉള്ളവരാണ്. അവരൊക്കെ ഇപ്പോൾ ഇറാനിലുണ്ട്. ഏതായാലും എന്താണ് നടക്കുന്നത് അറിയില്ല. ഏതായാലും വ്യോമപാത അടച്ചതോടുകൂടി ഏത് നിമിഷവും അമേരിക്കയുടെ ആക്രമണം ഉണ്ടാകാമെന്നുള്ള ഭയത്തിലാണ് പശ്ചിമേഷ്യ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.